ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ തണ്ണിമത്തങ്ങ ജ്യൂസ് അടിക്കാൻ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ മാതളമെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തോട് നമ്മൾ സാധാരണ വെറുതെ കളയുകയാണ്. ഞാനത് കൊണ്ടൊരു പുതിയ ഐറ്റം ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ചുവപ്പെല്ലാം മാറ്റി കളഞ്ഞിട്ട് ആ വെള്ള ഭാഗം മാത്രം നമുക്കെടുക്കാം. ഒട്ടും ചുവപ്പിരിക്കരുത്, നമുക്ക് മാറ്റിയെടുക്കാം. കണ്ടല്ലേ, ഇനി ഇത് നമുക്ക് ഇതിൻ്റെ പുറന്തോട് പച്ച തൊലി അങ്ങ് ചെത്തിക്കളയണം. ഇപ്പോൾ നല്ല വെള്ള കളറായിട്ടുണ്ട്. പച്ചത്തൊലി ഒരു കാരണവശാലും നമ്മളെടുക്കരുത്, ഒരു കയ്പ്പ് കാണും അതിന്. ഇതിൻ്റെ ആ വെളുത്ത മാതളമായിട്ടുള്ള സ്ഥലം മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചുവപ്പ് അങ്ങ് ചരണ്ടി കളയാവുന്നതാണ്. കാരണം മധുരം വരാതിരിക്കാനാണ് നമ്മളത് ചുരണ്ടി കളയുന്നത്. ഇതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്നല്ലേ നോക്കണ്ടേ. നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എത്രയും ചെറുതായിട്ട് അരിയാമോ അത്രയും കീറി നമ്മൾ അരിഞ്ഞെടുക്കാം. വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. ഇത് വേസ്റ്റാക്കി കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഷുഗറൊക്കെ ഉള്ളവർക്ക് മധുരം കഴിക്കാനൊക്കത്തില്ല. തണ്ണിമത്തങ്ങിൻ്റെ മധുരം ഒരുപാടായി കഴിഞ്ഞാൽ ഷുഗർ ഉള്ളവർക്ക് ശരിയാവത്തില്ല. അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനമാണിത്. ഇതിന് മധുരമില്ല, താനും നല്ല തണുപ്പുമാണ്, ഉള്ളിൽ ചെന്നാൽ നല്ലതാണ്. നമ്മളെല്ലാവരും എടുത്ത് ഉപയോഗം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് എടുത്ത് കളയുന്നത്. ഇനി ഇത് ആരും എടുത്ത് കളയാതിരിക്കുക. ഇത് പല ഡിഷസ് ഉണ്ടാക്കാനൊക്കെ കൊള്ളാവുന്നതാണ്. ഞാനിതിൻ്റെ ഒരു തോരനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരത്തെ എൻ്റെ ചാനലിൽ ഞാനൊരു അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് കാണാവുന്നതാണ്. അതുപോലെ ഇത് പയറും ഇതും കൂടെ കൂട്ടി ഒരു കുഴയും പോലെ വെക്കാനും നല്ലതാണ്. പിന്നെ ചെറിയ സൈസ് തണ്ണിമത്തനായതുകൊണ്ട് മാതളം കുറവാണ്, വെള്ളയ്ക്ക് നല്ല മാതളമാണുള്ളത്. അപ്പോൾ അതിങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ ഒത്തിരി ഉണ്ട്. അത് തണ്ണിമത്തൻ്റെ തോടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. നല്ലൊരു തോരനുള്ള കിട്ടി. നമുക്കതിന് വേണ്ടുന്ന ചേരുവകളാണ് പച്ചമുളക്, വെളുത്തുള്ളി, ഇത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് പൊടിച്ചരിഞ്ഞത്. പിന്നെ കരിവേപ്പില. ഇത് നമ്മൾ എത്രയും ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ വെള്ളമൊന്നും നമ്മൾ പ്രത്യേകിച്ച് ചേർക്കണ്ട, തണ്ണിമത്തന് വെള്ളമുണ്ട്. പിന്നെ വേണ്ടുന്നത് തേങ്ങയാണ്. ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഞെവിടണം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചേർക്കണം. ഇത് ഒരുപാട് താന്നു പോകുന്ന ഒരു സാധനമാണ്. ഇടപ്പ് വെക്കുമ്പോൾ ഇനി നമുക്ക് തേങ്ങ ഇടാം. ഇങ്ങനെ ഒന്ന് ഞെവിടിയിട്ട് ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം ഞാൻ ഊറി വരും. ഒട്ടും കുഴയാതെ തന്നെ നമുക്ക് കിട്ടുന്നൊരു തോരനാണിത്. ടേസ്റ്റിയാണ്. വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് പറ്റി വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ തോട് ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒന്ന് തപ്പിപ്പൊത്തിയൊന്ന് വെച്ചാൽ മതി. കാരണം ഇതിനകത്തെ വെള്ളാംശം എല്ലാം പോകേണ്ടതാണ്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് വേവാനുള്ള വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല പച്ച കളറിലാണ്. കളറിനൊന്നും വ്യത്യാസമില്ല. ഇതുവരെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക ഒരു ദിവസമെങ്കിലും. നല്ല ടേസ്റ്റാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ.